ദിവസം അടുപ്പിച്ച് അങ്ങനെ ഒരു സെക്ഷനിൽ ഒരു വർഷം മുഴുവനും ചൊല്ലി. 2003 മൊത്തം ചൊല്ലി. 2003 ഒക്ടോബർ 25 വരെയാണ് ചൊല്ലിയത്. 2002 ഒക്ടോബർ തൊട്ട് 2003 ഒക്ടോബർ വരെയാണ് 25 വരെ ചൊല്ലി. ഒരു കൊല്ലം മുഴുവൻ ചൊല്ലി. പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഈ ദൈവം പ്രത്യക്ഷപ്പെടും, ഒരു പ്രശ്നവുമില്ല. നമ്മൾ വിശ്വാസം സത്യസന്ധമാണെന്ന് തോന്നിയാൽ മതി. ദൈവത്തിന് വിശ്വാസം സത്യസന്ധമാണ്, പിന്നെ ദൈവത്തിന് വേണ്ടിയാണെന്ന് തോന്നണം. അല്ല നമുക്ക് വീട് വെക്കാനും ജപ്തി മാറാനും മാത്രമാണെന്ന് തോന്നിയാൽ ദൈവം കുറച്ച് നാൾ കഴിയുമ്പോൾ റിജക്റ്റ് ചെയ്ത് കളയും. വിശ്വാസം സത്യസന്ധമാണ്, ദൈവത്തിന് അതാണ് കർത്താവിനെ തൊടുന്ന പരിപാടി എന്ന് പറയണത്. വിശ്വാസം സത്യസന്ധമാണെന്നും അത് ദൈവത്തിന് ആണ് അതിന് പ്രാധാന്യമെന്നും അല്ലാതെ വീട്ടിലെ ആനുകൂല്യങ്ങൾക്കല്ല എന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം നിന്നെ ടേക്കപ്പ് ചെയ്യും. പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. നിൻ്റെ എല്ലാ വിഷയങ്ങളുടെ പേരും കർത്താവ് തീരുമാനമെടുക്കും. മൈന്യൂട്ട് കാര്യങ്ങളെപ്പോലും കർത്താവ് സംസാരിക്കും. ഇപ്പം ഞാൻ സമയത്ത് ഞാൻ ഓർക്കുകയും, അതായത് നമ്മൾ വിശ്വാസത്തെ വളർച്ച അനുസരിച്ച് നമ്മൾ ദൈവാനുഭവത്തിൻ്റെ പുതിയ ചോദ്യങ്ങൾ ചോദിച്ചാണ് വിശ്വാസത്തിൽ വളരണത്. ഇപ്പം അപ്പോസ്തലന്മാരെ ഒരു കർത്താവ് വഞ്ചിയിൽ ഉറങ്ങിക്കിടന്നൊരു സ്ഥലമില്ലേ? അപ്പം ചില സമയത്തൊക്കെ ദൈവം ഇങ്ങനെ ഉറങ്ങിക്കിടക്കണ പോലെ കാണിക്കും. പക്ഷെ അപ്പോൾ അപ്പോസ്തലന്മാർ പറയണത് എന്താ? നീ ഗവനിക്കണില്ലേ? ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഗവനിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഉണർന്നിട്ട് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് അടങ്ങാൻ പറയുമ്പോൾ അപ്പോസ്തലന്മാർ ഈ ശാന്തത കണ്ടിട്ട് ചോദിക്കണ ചോദ്യം എന്താണ്? ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അപ്പം അനുഭവങ്ങളിലൂടെയാണ് ആത്മീയത വളരണത്. കൃപാസനത്തിൽ എപ്പോഴും അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം. അതായത് ഐഡിയൽ സെറ്റിൻ്റെ പ്രാക്ടീസ്. നമുക്കുള്ളൊരു വിശ്വാസത്തെ നമ്മൾ പ്രയോഗത്തിലേക്ക് സെറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ആൾക്കാർക്ക് അനുഭവങ്ങൾ കിട്ടണത്. അപ്പോഴും ഒരു ചോദ്യം വരും, എന്താണ്? ഇവൻ ആരാണ്? ഇപ്പം നമ്മളിപ്പോൾ കണ്ട സാക്ഷിയില്ലേ, ഡേവിഡ് ആ കുഞ്ഞ് സംസാരിക്കണില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഡേവിഡ് ഏതാണ്ട് സ്വർഗം കുട്ടിയെ പോലെയാണ് പറയണത്. എന്താണ്? ഇവൻ വയലൻ്റ് ആണെന്ന്, നാട്ടുകാരെ ഉപദ്രവിക്കുമായിരുന്നു, ഇവന് ഓർത്തിട്ട് ഞങ്ങൾക്ക് എപ്പോഴും അസമാധാനമായിരുന്നു. ഇപ്പം ഇവൻ ശാന്തനായി, ഇവൻ സൗമ്യനായി, ഇവന് ഇപ്പം ഫുൾ ടൈം ക്ലാസ്സിലിരിക്കുകയാണ്. പണ്ട് 11 മണിയാകുമ്പോൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോരണതാണ്. ഇന്നിപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു അവൻ്റെ ഗുഡ് ബോയ് ആയവൻ അവന് വൈകുന്നേരം വരെ ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ലെന്ന്. വെറും ഉടമ്പടിത്തേലും നാവെ തേച്ചതാണേ. അതാണ് ഇവൻ ആരാണ്. അപ്പം നമ്മൾ തോന്നുന്നു ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഡെയിലി ലൈഫിൽ സമയം വെറുതെ പാഴാക്കിയിട്ട് യാതൊരു പുരോഗതിയും ഇല്ലെന്ന് ആലോചിച്ച് ടെൻഷനായിരിക്കുകയാണോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. രാവിലെ വൈകി എഴുന്നേൽക്കുന്നത്, ദിവസം മുഴുവൻ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരോഗ്യത്തെക്കുറിച്ച് ഒട്ടും ആകുലപ്പെടാത്തത്, പുതിയതായി ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ലാത്തത്. ഇതിൽ 3 ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തോൽവിയിലേക്കാണ് പോകുന്നത്. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഡിലീറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ വിദ്യ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത് കേരളയിലെ നമ്പർ 1 എഡ്യൂക്കേഷണൽ ആപ്പാണ്. ഇതിൽ സമയം കളയുക എന്നത് അസാധ്യമാണ്. കാരണം അത്രത്തോളം ഉപകാരപ്രദമായ വീഡിയോകൾ മാത്രം ഇതിനുള്ളൂ. ഇതിൽ പരസ്യങ്ങളോ ശ്രദ്ധ തിരിക്കാൻ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ ഗവൺമെൻറ് കാര്യങ്ങളും എങ്ങനെയാണ് ഓൺലൈനായി ചെയ്യുന്നതെന്നും എങ്ങനെ ബിസിനസ് ചെയ്യാമെന്നും, ചെറിയ തുണി ബിസിനസ്സുകൾ, വാട്ടർ ബോട്ടിൽ ലേബലിംഗ് ബിസിനസ്സുകൾ, ഇനി അതല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണെങ്കിൽ പോലും എല്ലാം വളരെ കൃത്യമായി പറഞ്ഞു തരുന്ന വീഡിയോകൾ ഈ ആപ്പിലുണ്ട്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഐഡിയകൾ ഈ ആപ്പിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വിദ്യ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തോളൂ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങേത്തോടെ സ്നേഹിച്ചിടാൻ
ആവതില്ല ആർക്കുമേ അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ. ആവതില്ല ആർക്കുമേ ജീവനേ സ്വന്തമേ അങ്ങേ ചായുന്നു ഞാൻ. മത്തായി 8:27. മത്തായി 8:27. അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. അപ്പം ഇങ്ങനെ അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ അന്വേഷിച്ച് പോകണം. ദൈവത്തെ ഇവൻ ആരാണെന്ന് ചോദിക്കണം. എന്നിട്ട് കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളരണം. ഇനി ദൈവം അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ, അങ്ങനെ ചോദിച്ചാൽ, കർത്താവിൻ്റെ അനുഭവത്തിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ, പിന്നീട് നമ്മളെ വളർത്തിയിട്ട് ദൈവം നമ്മളോട് ചോദിക്കും, എന്താണ്? ഞാൻ ആരാണെന്നാണ് ജനങ്ങളെ പറയണത്. പിന്നെ ചോദിക്കണത് എന്താണ്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. കണ്ട, ഓരോ ചോദ്യത്തിലൂടെയാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ വളർന്ന് വരണത്. അപ്പം കഴിഞ്ഞ കൊല്ലം എന്തിനാണ് നിങ്ങളുടെ പ്രസംഗം കേൾക്കണത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രബോധനം കേൾക്കണത്? അതായത് നമ്മളുടെ വയസ്സിനൊപ്പമെങ്കിലും നമുക്ക് അറിവ് വേണം ദൈവത്തെക്കുറിച്ച്. അല്ല, പണ്ട് വേദപാഠം പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന അറിവും വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കഥയുമില്ല. ഇപ്പം ഞാനുണ്ടല്ലോ, ഞാൻ ഇവിടെ കുറച്ച് മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ ഈ 10 കൊല്ലമായ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വാർഷികമായിരുന്നു. അപ്പോൾ ആ വാർഷികത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു. അത് ഞാൻ പണ്ടിരുന്ന പള്ളിയാണ്. അവിടെ ഞാൻ പള്ളി വെച്ചെന്നൊക്കെ പറഞ്ഞത്. ഈ പള്ളിയിലാണ് ഞാൻ അബ്സപിതാവ് മധ്യസ്ഥനായിട്ട് വന്നെന്ന് പറഞ്ഞത്. ഞാനിപ്പോൾ പറയണത് അനുഭവങ്ങളെക്കുറിച്ചാണ് പറയണത്. അതായത് നിങ്ങൾ ദൈവത്തോട് അനുഭവങ്ങൾ ചോദിക്കണം. പക്ഷേ എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ അറിയാനും ആ അറിഞ്ഞ അറിവിലെ ജീവിക്കാനും മറ്റുള്ളവർക്ക് ദൈവത്തെ പറഞ്ഞു കൊടുക്കാനും ആയിരിക്കണം. നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. കാര്യം അപ്പോൾ അന്ന് ഞാൻ പള്ളി വെച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഇപ്പം ഞങ്ങളുടെ ഇടവകയിൽ മഠവുമില്ല, ഒരു സ്ഥാപനവും ഇല്ല, സ്ഥാപനവുമില്ല, സ്കൂളൊന്നുമില്ല. അപ്പം ഞാൻ ഉടനെ എനിക്ക് പോകാനുള്ള സമയമായി. ഒരു കൊല്ലമേ ഉള്ളൂ എനിക്ക് അവിടുന്ന് പോകാൻ. ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഒരു മഠവും വേണം, സ്ഥാപനവും ഉണ്ടാകണം. അപ്പം ഞങ്ങളെന്ത് ചെയ്ത്, ഞങ്ങൾ ജപമാല ചൊല്ലി, ഒരു മാസം മുഴുവൻ ജപമാല ചൊല്ലി. CCR സിസ്റ്റർ എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കോൺവെൻറ്റ് സ്ഥാപിക്കണം, അച്ഛൻ അതിനെ സഹായിക്കണം. അപ്പം ഞാൻ പിന്നെ അവിടെ കൂടെ പോയി കുറേ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് ഒരു 3 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ഞങ്ങൾ അപ്പം തന്നെ കോൺവെൻറ്റ് സ്ഥാപിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ ഒരു കൊല്ലം കൊണ്ട് സ്കൂളുമായി, ഒരു കൊല്ലം കൊണ്ട് കോൺവെൻറ്റ്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ദൈവത്തെ അറിയണത് ദൈവത്തിന് വേണ്ടി കൂടിയാകണം. അല്ലാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമായാൽ നമുക്ക് ദൈവം നമ്മളൊക്കെ ഇൻട്രാക്ട് ചെയ്യത്തില്ല. എല്ലാ ആൾക്കാർക്കും പറ്റണ ഏറ്റവും വലിയ അബദ്ധം അതാണ്. ദൈവത്തെ അറിയണം. എന്തിനാണ് അറിയണത്? അവരെ മകളുടെ കാര്യം. ഇന്നലെ 76 വയസ്സുള്ള വല്യമ്മ എന്നെ കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, വല്യമ്മക്ക് ഉടമ്പടി ചീട്ട് തന്ന ആളെ ഞാൻ വെടിവെച്ച് കൂടുമെന്ന് പറഞ്ഞു. ഈ 76 വയസ്സുകാരൻ എന്ത് ഉടമ്പടി ചെയ്യാനാണ്? പറ്റിപ്പാണ്. അതിന് ഇവരെന്താ പറയണത്? പേരക്കിടാങ്ങളുടെ കാര്യം. അപ്പോൾ ഞാൻ ഈ പേരക്കിടാങ്ങളുടെ തള്ളേന്തി, അവളവിടെ ഉണ്ട്, അവൾക്കൊന്നും നേരെയില്ല. ഈ വല്യമ്മ 76 വയസ്സുള്ള വല്യമ്മ 10 രൂപ കൊടുക്കത്തില്ല. ഉടമ്പടിയുടെ കാര്യം ഇവിടെ വന്ന് ചീട്ടും മേടിച്ച് അച്ഛനെ കാണാൻ വേണ്ടിയാണ് ഈ കളി മുഴുവൻ കളിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പോയാൽ 75 90 വയസ്സ് ജീവിച്ചിട്ടും കാര്യമില്ല. ദൈവത്തിന് തോന്നണം, ദൈവത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ ജീവിക്കണമെന്ന്. ദൈവത്തിന് വേണ്ടി കൂടിയാണ് ജീവിക്കണമെന്ന് തോന്നിയാൽ ദൈവം പിന്നെ നമ്മളെ വിട്ടു പോകത്തില്ല. ഇങ്ങനെ വരാൻ ഒരു സ്ഥലമാണ് ഈ കൃപാസനം എന്ന് പറയണത്. കൃപാസനത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ കരിസ്മാറ്റിക് ആധ്യാത്മികത ഒന്നുമല്ല. ഇതിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് ടാഞ്ചിബിളായിട്ടുള്ള ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രേക്ഷിതരും മിഷണറിമാരായിട്ടുള്ളവരെ ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണിത്. അങ്ങനെ മിഷണറിയായിട്ട് ചെയ്ത് ദൈവത്തിന് തോന്നിയാൽ ദൈവം നമ്മളെ വിട്ടുപോരത്തില്ല.
കാര്യം ഞാൻ ആ പള്ളി വെച്ച് തീർന്നപ്പോൾ 1 കോടി അന്ന് എനിക്കധികം കാശായില്ല. പക്ഷെ ഇപ്പോഴൊക്കെ 3-4 കോടിയൊക്കെ രൂപ അതിന്. എനിക്ക് 1,25,00,000 രൂപ